ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ യാത്രകൾ മനോഹരമാക്കുന്നത് നമ്മൾ ആ യാത്രയിൽ പരിചയപ്പെട്ട പുതിയ പുതിയ ആളുകളായിരിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു യാത്രയിലും ഞങ്ങൾക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിട്ടോ. വീട്ടിൽ നിന്ന് തഞ്ചാവൂരിലേക്കാണ് പോകുന്നതെന്ന് കേട്ടപ്പോ തന്നെ അമ്മേന്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഒരു വിധത്തിൽ സമ്മതിപ്പിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ കോഴിക്കോട് നിന്ന് 5:30 മണിക്ക് ട്രെയിൻ കയറിയിട്ട് സീറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നേരെ കയറി അങ്ങിരുന്നു. കൃത്യം 11:30 മണിയായപ്പോഴേക്കും നമ്മൾ ഈറോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലവും തപ്പിട്ട് നമ്മൾ ഒരുപാട് വലഞ്ഞു. നമ്മളൊരു ലൂപ്പിൽ പെട്ട പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഇതിനൊരു ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ഗ്രൗണ്ട് സെക്ഷനിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടറും തപ്പിട്ട് നമ്മളൊരു പകുതി മുക്കാൽ സമയം അങ്ങനെ അങ്ങ് പോയി. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാണ് കേട്ടോ ഉണ്ടായി. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ആ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്തുള്ള അധിക പേരും തഞ്ചാവൂരേക്ക് ആയതുകൊണ്ട് തന്നെ തഞ്ചാവൂർ കറക്റ്റ് ഇറങ്ങാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 5:30 മണിയായപ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ എത്തി. അങ്ങനെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് പൊട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഓട്ടോകളൊക്കെ അവിടുന്ന് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വിചാരിച്ചു നടന്നങ്ങോട്ട് പോവാന്ന്. അങ്ങനെ നടന്ന് അവസാനം നമ്മളെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന നമ്മളെ തഞ്ചാവൂർ പെരിയ കോവിലെത്തി. അപ്പൊ ബാക്കി തഞ്ചാവൂർ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.